അമ്മയുടെ ഇതുവരെയുള്ള പ്രസിഡന്റുമാരിൽ ഏറ്റവും മാന്യനായ, ഏറ്റവും കണിശക്കാരനായ പ്രസിഡന്റ് ഇന്നസെന്റ് ആണെന്ന് ഞാൻ പറയും. കടുവയും പുലിയും ചീങ്കണ്ണിയും മാനും മുയലും ആനയും ചിമ്പാൻസിയും ഒക്കെയുള്ള അമ്മ എന്ന സംഘടന അംഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനും പറയേണ്ടത് പറയേണ്ടത് കൃത്യമായി പറയാനറിയാവുന്ന മനുഷ്യനായിരുന്നു ഇന്നസെന്റ്. കേരളം പ്രളയദുരന്തത്തിൽപ്പെട്ടപ്പോൾ അമ്മ സംഘടന 6 കോടി രൂപ സംസ്ഥാന സെക്രട്ടറിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടി ഇന്നസെന്റിനെ എതിർത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ 6 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങി നമ്മൾ വീട് വെച്ച് അമ്മ ഗ്രാമം പേരിട്ട് കൊടുക്കണമെന്ന് നല്ല മൈലേജ് അമ്മയ്ക്ക് കിട്ടിയേനെ എന്നായിരുന്നു ധർമ്മജൻ പറഞ്ഞത്. പക്ഷെ ധർമ്മജൻ പറഞ്ഞിടത്തൊന്നും ഇന്നസെന്റ് കേട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാകും അങ്ങനെ ചെയ്തതിന് പ്രേരകമെന്ന് ബോൾഗാട്ടി പറയുന്നു. മൂത്രപ്പുര പോലെ കൂര വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുൻവശത്തെ ചുവരിൽ കേന്ദ്രത്തിന്റെ അല്ല സംസ്ഥാനത്തിന്റെ ആണെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വെച്ചതുപോലെ നാണം കെട്ട പരിപാടിയാകുമെന്ന് ഇന്നസെന്റിന് തോന്നിക്കാണാം. അതാകും അദ്ദേഹം എതിർത്തത്. അമ്മയ്ക്ക് മൈലേജ് ഇല്ല വേണ്ടത്. കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് അടച്ചുറപ്പുള്ള വീട് നൽകാനാണ് കാര്യം. ധർമ്മജൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവല്ലോ. ആ മത്സരിച്ച പാർട്ടി 400 വീടിന് പിരിച്ചത് ആരൊക്കെയാണ് വിഴുങ്ങിയത് പോലെ ആകുമല്ലോ അമ്മയുടെ പൈസ എടുത്ത് വീട് വെച്ചെങ്കിൽ എന്നാണ് എനിക്ക് ധർമ്മഞ്ജനോട് ചോദിക്കാനുള്ളത്. ആ ചുമതല ഞാൻ ഏറ്റെടുക്കാം. അതിനായി 2 വർഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കാം എന്ന് ധർമ്മജൻ പറഞ്ഞിരുന്നു എത്രേ. അമ്മ ഒരു പത്രവുമായി ചേർന്ന് അമ്മയുടെ അംഗങ്ങളിൽ പലർക്കും വീട് വെച്ച് നൽകിയത് ബോൾഗാട്ടി മറന്നുപോയെന്ന് തോന്നുന്നു. അതിന് നേതൃത്വം നൽകിയത് ഇടവേള ബാബുവിനെ എല്ലാവരും യാത്രയാക്കിയത് മറന്നിട്ടില്ലെന്ന് ധർമ്മജ. പിന്നെ അമ്മ എവിടെയാണ് പോയെന്ന് പിരിഞ്ഞത്? ഒരുത്തൻ സിനിമ പിടിച്ച് കിട്ടിയ വരുമാനത്തിൽ നിന്ന് 6.5 കോടി അമ്മയ്ക്ക് തന്നിരുന്നല്ലോ. ആ മോനെ അമ്മയിൽ നിന്ന് ഒരു ക്രിമിനൽ കൂട്ടം എന്താണ് ചെയ്തത്? ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇന്നസെന്റ് എടുത്ത തീരുമാനം നല്ലതെന്ന് എല്ലാവരും പറയുന്നു. 2020 എന്ന സിനിമ നിർമ്മിച്ച ദിലീപ് കോടികൾ അമ്മ സംഘടനയ്ക്ക് സംഭാവന നൽകിയിരുന്നു. പിന്നീട് ദിലീപ് നടിയാക്കിയ കേസിൽ നിന്ന് സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്.